മലപ്പുറം വാഴക്കാട് വട്ടപ്പാറയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതം. പോലീസിന്റെ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ. കുട്ടിയെ കണ്ടെത്താനായി കൊണ്ടോട്ടി ACP B കാർത്തിക് IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഡിസംബർ 12-നാണ് അസം സ്വദേശി സജിത കത്തൂരിന്റെ മകൻ 12-കാരൻ സജറുലിനെ കാണാതായത്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പറയൂ. രോഹിണെ, ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് അസം സ്വദേശിയായ സജിത കാത്തൂരിൻ്റെ മകൻ 12 വയസ്സുകാരനായ സിറാജുലിനെ കാണാതായത്. അന്ന് മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ കാര്യമായ അന്വേഷണം ഉണ്ടായിരുന്നില്ലെന്ന ഒരു പരാതി ഉണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് കൊണ്ടോട്ടി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഇപ്പോൾ ഊർജിതമായ അന്വേഷണം തന്നെ പുരോഗമിക്കുന്നുണ്ട്. നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോഴും പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 ആഴ്ച പിന്നിട്ടു. ഇതുവരെ കുട്ടി എവിടേക്കാണ് പോയത് എന്നുള്ള വിവരം വ്യക്തമായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. 12 വയസ്സുകാരനായ സിറാജുലിനെയാണ് കാണാതായത്. അതായത് 12-ാം തീയതി വൈകിട്ടാണ് കുട്ടിയെ കാണാതായത്. വീട്ടിൽ നിന്നും കുട്ടി പുറത്തിറങ്ങിയതായിരുന്നു. പിന്നീട് രാത്രിയായിട്ടും കുട്ടി തിരിച്ചു വന്നില്ല. അതിനുശേഷം ആണ് കുട്ടിയെ കാണാതായതും. പിന്നീട് വാഴക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ആദ്യ ദിനങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായൊരു അന്വേഷണം ഉണ്ടായില്ലെന്നുള്ള ഒരു പരാതി ഉണ്ട്. പിന്നീട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അടക്കം സമ്മർദ്ദം ശക്തമായപ്പോഴാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും ഇപ്പോൾ വിപുലമായ രീതിയിൽ അന്വേഷണം നടക്കുന്നതും. പക്ഷേ 2 ആഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രോഹിണി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.